ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പഴയ നിയമത്തിലെ യൂഥ്യത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരു യഹൂദ യുവതിയെ കർത്താവ് ഇസ്രായേലിൻ്റെ വിമോചികയായി നിയോഗിക്കുന്ന സംഭവമാണ് യൂഥ്യത്തിൻ്റെ പുസ്തകത്തിൽ ഉള്ളത്. അടിമത്തത്തിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ സമാധാനത്തിൽ കഴിഞ്ഞു പോരുമ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിൻ്റെ സൈന്യാധിപൻ ഹോളോഫർണസ് ഇസ്രായേലിനെതിരെ വന്ന് ബത്തൂലിയ പട്ടണം വളയുന്നു. മേദിയക്കെതിരെയുള്ള യുദ്ധത്തിൽ അസീറിയൻ പക്ഷത്ത് ചേരാതിരുന്നതിനാലാണ് സിറിയയെയും പാലസ്തീനയെയും ആക്രമിക്കുവാൻ നബുക്കദ്നേസർ തീരുമാനിക്കുന്നത്. ജെറുസലേമിലേക്കുള്ള ശത്രുവിൻ്റെ നീക്കം ചെറുത്തു നിൽക്കുവാൻ ബത്തൂലിയക്കാർക്ക് വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ദാഹജലം ലഭിക്കാതെ ആശയറ്റ അവർ കീഴടങ്ങുന്നതിന് തീരുമാനിച്ചപ്പോൾ യൂദിത്ത് എന്ന വിധവ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു. ദൈവഭക്തയായിരുന്ന അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിൽ കടന്ന് അവനെ വശീകരിക്കുന്നു. അവന്റെ തലയുമായി അവൾ ഇസ്രായേൽക്കാരുടെ അടുക്കിലേക്ക് തിരിച്ചെത്തുന്നു. ഇസ്രായേലിന്റെ നേരെയുള്ള ദൈവപരിപാലനയെ ചിത്രീകരിക്കുന്ന ഈ ഗ്രന്ഥം വസ്തുനിഷ്ഠമായ ഒരു ചരിത്രം എന്നതിനേക്കാൾ പേർഷ്യൻ കാലത്ത് നടന്ന സംഭവത്തിന്റെ കഥാരൂപത്തിലുള്ള അവതരണത്തെയാണ് ഇതിൽ കാണുവാൻ കഴിയുക. സ്ഥലകാലങ്ങൾ പലയിടത്തും തന്നെ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഈ കഥയുടെ പശ്ചാത്തലമായി നിലകൊള്ളുന്ന ചരിത്ര സംഭവം ഏതെന്നുള്ള ഗവേഷണം ഇപ്പോഴും നടന്നു വരികയാണ്. പ്രതിസന്ധികളിൽ ദൈവത്തെ ആശ്രയിക്കുന്നതിനു ജനങ്ങൾക്ക് ഉത്തേജനം നൽകുക എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥം BC 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ പാലസ്തീനയിൽ വെച്ച് എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. നബുക്കദ്നേസർ രാജാവും അർഫക്സാദ് രാജാവും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. അർഫക്സാദ് രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. അർഫക്സാദിനെ യുദ്ധ തടവുകാരനായി പിടികൂടുകയും തുടർന്ന് കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. നബുക്കദ്നേസർ സർവ്വസൈന്യാധിപനായ ഹോളോഫർണസിനെ മിദ്യാൻകാരുടെയും റാസിസ് നിവാസികളുടെയും പട്ടണങ്ങളും ദേശങ്ങളും കൈയടക്കുവാനും അവിടെയുള്ളവരെയെല്ലാം കൊന്നുകളഞ്ഞുകൊണ്ട് ദേശങ്ങൾ സ്വന്തമാക്കുന്നതിനും ഉള്ള നിർദ്ദേശങ്ങൾ നൽകി അയക്കുന്നു. യൂദയായിലെ ഇസ്രായേൽ ജനം ഹോളോഫർണസിന്റെയും അവന്റെ പടയാളികളുടെയും കൊള്ളയും കൊള്ളിവെപ്പും രക്തച്ചൊരിച്ചിലുകളും എല്ലാം കണ്ട് ഭയചകിതരാകുന്നു. ഇസ്രായേലിലെ ഓരോരുത്തരും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു. ഹോളോഫർണസ് പ്രഭുക്കന്മാരെയും സൈന്യാധിപന്മാരെയും കൂട്ടി ഇസ്രായേൽ ജനത്തിന് എതിരെയുള്ള ആലോചന നടത്തുന്നു. അമ്മോന്യരുടെ നേതാവായ ആഗിയോർ ഹോളോഫർണസിനോട് ഇസ്രായേൽ ജനതയുടെ നാളിതുവരെയുള്ള ചരിത്രം പറഞ്ഞുകൊടുക്കുകയും വേണ്ട ഉപദേശം നൽകുകയും ചെയ്യുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ നിന്ന് ആഗിയോറും കൂട്ടരും പിന്മാറും എന്ന് മനസ്സിലാക്കിയ ഹോളോഫർണസ് തൻ്റെ അടിമകളോട് കൽപ്പിച്ചു ആഗിയോറിനെ ബന്ധിച്ച് ബത്തൂലിയായിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കുക. അവർ അപ്രകാരം ചെയ്തു. എന്നാൽ ഇസ്രായേൽക്കാർ ആഗിയോറിൻ്റെ കെട്ടുകൾ എല്ലാം അഴിച്ച് ഉസിയ, കാബ്രിസ്, കാർമിസ് എന്നീ നീതിപാലകന്മാരുടെ മുൻപാകെ പൊതുജന സമക്ഷം ഹാജരാക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ഉസിയ അവനോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പോൾ നടന്ന കാര്യങ്ങൾ എല്ലാം ആഗിയോർ വിശദീകരിച്ചു നൽകുന്നു. അത് കേട്ട് ഇസ്രായേൽ ജനം രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഹോളോഫർണസും പടയാളികളും ഇസ്രായേൽ ജനത്തിന് ലഭ്യമായി കൊണ്ടിരുന്ന അരുവികളും തോടുകളും വഴികളും എല്ലാം പിടിച്ചടക്കുന്നു. പ്രധാനമായും ജലത്തിൻ്റെ ലഭ്യത തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധം ആണ് ഹോളോഫർണസിൻ്റെ പടയാളികൾ ആദ്യമായി ചെയ്യുന്നത്. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു.
അക്കാലത്ത് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന മെറാറിയുടെ മകളും വിധവയും ആയ യൂദിത്ത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞു. സമ്പൂർണ്ണ ബൈബിളിൽ സൂര്യാഘാതം ഏറ്റ് മരണപ്പെട്ടു എന്ന് പറയുന്ന ഏക വ്യക്തി യൂദിത്തിന്റെ ഭർത്താവ് മനാസെ ആണ്. ബാർലി കൊയ്ത്ത് നടക്കുമ്പോൾ വയലിൽ കറ്റ കെട്ടുന്നതിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിൽക്കവേ കഠിനമായ ചൂടേറ്റ് വീണ് മരണപ്പെടുന്നു. തുടർന്ന് വിധവയായി തീർന്ന യൂദിത്ത് ഏറ്റവും മാന്യവും മാതൃകാപരവുമായ ജീവിതം നയിച്ചു പോരുന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ച് പറഞ്ഞില്ല എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യൂദിത്ത് ഇസ്രായേലിലെ നീതിപാലകരെ വിളിച്ചുകൂട്ടുന്നു. അവർക്ക് വേണ്ടുന്ന ധൈര്യം പകരുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയത്തെയും പ്രവൃത്തികളെയും കർത്താവിലേക്ക് അടുപ്പിക്കുന്നു. അനന്തരം യൂദിത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കു ശേഷം യൂദിത്ത് തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഉടുത്തിരുന്ന മനോഹരമായ ഉടയാടകൾ ധരിക്കുന്നു. കൺമഷിയിടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, ചെരുപ്പിടുന്നു, വള, മാല, മോതിരം, കമ്മൽ, അങ്ങനെ സർവ്വതും അണിഞ്ഞ് നല്ല ഭംഗിയിൽ കിളിക്കൂട് പോലെ മുടിയൊക്കെ ചീകി ഒതുക്കി ഭംഗിയുള്ള നല്ലൊരു സുന്ദരി കുട്ടിയായി മാറുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു എന്നാണ്. വീനും എണ്ണയും കുറച്ചു പഴങ്ങളും ഒക്കെ എടുത്ത് തൻ്റെ ദാസിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം ദാസിയെയും കൂട്ടി ശത്രുപാളയത്തിലേക്ക് പോകുന്നു. കാവൽഭടന്മാർ അവളെ പിടികൂടി ചോദ്യം ചെയ്യുന്നു. ഹോളോഫർണസിനെ കാണാൻ പോകുകയാണെന്ന് ഉള്ള ഉത്തരം കേട്ടപ്പോൾ ഭടന്മാർ അവളെ പോകാൻ അനുവദിക്കുന്നു. അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകി വശായി. അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫർണസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലരെല്ലാം എന്ന് നിരൂപിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തി സംസാരിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരിൽ ആരും ജീവനോടെ ഇരിക്കുവാൻ പാടില്ല. അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽ പെടുത്തും. ഹോളോഫർണസിന്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹോളോഫർണസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചുമന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെ പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റു വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിൽക്കൽ എത്തി. തങ്ങളുടെ മുൻപിലെത്തിയ യൂദിത്തിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസും സേവകന്മാരും അത്ഭുത പരതന്ത്രരായി. അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി. അവൻ്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു. പിന്നീട് യൂദിത്ത് ഹോളോഫർണസുമായി സംസാരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപ്പകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടൊത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്കു സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കുവാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിൻ്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വാ തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് പറയുവാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശത്രുപാളയത്തിൽ യൂദിത്ത് വസിക്കുന്നു.
അവൾ കൂടെ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രമാണ് അവൾ ഭക്ഷിക്കുന്നത്. പ്രഭാതത്തിന് മുന്നേ ഉണർന്ന് അവൾ കൂടാരത്തിന് പുറത്തുപോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹോളോഫർണസ് അടിമകൾക്ക് മാത്രമായി ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുവാൻ യൂദിത്തിനെ പ്രേരിപ്പിക്കുന്നതിനായി പരിചാരകൻ ബഗോവാസിനെ പറഞ്ഞുവിടുന്നു. യൂദിത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹോളോഫർണസിന്റെ മുൻപിൽ എത്തുകയും അവനോടൊത്ത് വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. യൂദിത്തിനെ കണ്ട് മതിമറന്ന ഹോളോഫർണസ് വളരെയേറെ മദ്യപിച്ച് ഉന്മത്തനാകുന്നു. സന്ധ്യയായപ്പോൾ ഹോളോഫർണസിന്റെ അടിമകൾ വേഗം പിൻവാങ്ങുന്നു. വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കുന്ന ഹോളോഫർണസിന്റെ സമീപം യൂദിത്ത് മാത്രം അവശേഷിച്ചു. ശയനമുറിയിൽ നിന്നും താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തു നിൽക്കുവാൻ അവൾ ദാസിയോട് പറഞ്ഞിരുന്നു. താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു. ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല. യൂദിത്ത് അവൻ്റെ കിടക്കയ്ക്കടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു, സർവശക്തനായ ദൈവമായ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറുസലേമിൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എൻ്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കുവാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കുവാൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കുവാനുമുള്ള അവസരമാണ് ഇത്. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോഫർണസിന്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടക്കുന്ന വാൾ എടുത്തു. അവൾ കിടക്കയ്ക്ക് അടുത്തു വന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ച് പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, എനിക്ക് ശക്തി തരയണമേ. അവൾ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി. ശിരസ് ശരീരത്തിൽ നിന്നും വേർപെട്ടു. ശരീരം കിടക്കയിൽ നിന്നും ഉരുട്ടി താഴെയിട്ടു. മേൽക്കട്ടിയും തൂണുകളിൽ നിന്നും വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തു കടന്ന് ഹോളോഫർണസിന്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകുന്ന പോലെ പുറത്തേക്ക് പോയി. അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബത്തൂലിയായുടെ കവാടങ്ങളിലെത്തി. യൂദിത്ത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്നും തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനും ആയ ദൈവത്തെ സ്തുതിക്കുവിൻ. അനന്തരം അവൾ സഞ്ചിയിൽ നിന്നും തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോഫർണസിന്റെ ശിരസ്സും മേൽക്കട്ടിയും. ഇതിൻ്റെ കീഴിലാണ് കുടിച്ച് മത്തുപിടിച്ച് അവൻ ശയിച്ചത്. ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവ് അവനെ വീഴ്ത്തി. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണേ, എൻ്റെ മുഖമാണ് അവൻ്റെ നാശത്തിൻ്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും. ജനം അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിന്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദ്യരാക്കി. തുടർന്ന് യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു. അസീറിയക്കാർ എല്ലാവരും ഭയന്ന് പലായനം ചെയ്യുന്നു. ഇസ്രായേൽ ജനം ആഹ്ലാദിക്കുന്നു. തുടർന്ന് യൂദിത്ത് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു. ഇത് യൂദിത്തിന്റെ കീർത്തനം എന്ന പേരിൽ 16-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. യൂദിത്ത് ബത്തൂലിയായിലേക്ക് പോകുന്നു. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയയായും ജീവിതാവസാനം വരെ വിധവയായും കഴിഞ്ഞുപോരുന്നു. 105 വയസ്സുവരെ ഭർതൃഗൃഹത്തിൽ വസിച്ച അവൾ മരണമടയുന്നു. ഭർത്താവ് മനാസയെ അടക്കിയ കല്ലറയിൽ തന്നെ യൂദിത്തിനെയും സംസ്കരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് യൂദിത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. 16 അധ്യായങ്ങളിലായി 340 വാക്യങ്ങളാണ് യൂദിത്തിന്റെ ഗ്രന്ഥത്തിൽ ഉള്ളത്.
യൂദിത്ത് ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നബൂഖദ്നേസർ രാജാവ്, അർഫക്സാദ് രാജാവ്, അരിയോക്ക് രാജാവ്, നബൂഖദ്നേസർ രാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫർണസ്, ഇസ്രായേലിൻ്റെ പ്രധാന പുരോഹിതൻ യോവാക്കിം, അമ്മോന്യരുടെ നേതാവാണ് ആഗിയോർ, മിക്കായുടെ പുത്രൻ ഉസിയ, ഗത്താനിയേലിൻ്റെ പുത്രൻ കാബ്രിസ്, മെൽക്കിയേലിൻ്റെ പുത്രൻ കാർമിസ്. ഇവരാണ് നീതിപാലകരായി വർത്തിക്കുന്നത്. മെറാറിയുടെ മകളാണ് യൂദിത്ത്. യൂദിത്തിൻ്റെ ഭർത്താവാണ് മനാസെ. മെറാറിയുടെ പൂർവികർ ആണ് ഓക്സ്, ജോസഫ്, ഉസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിത്തൂബ്, ഏലിയ, ഹിൽക്കിയ, ഏലിയാബ്, നഥാനയേൽ, സലാമിയേൽ, സരസദായ്, ഇസ്രായേൽ. ഹോളോഫർണസിൻ്റെ പരിചാരകൻ ആണ് ബഗോവാസ്. ഇത്രയും കഥാപാത്രങ്ങളാണ് യൂദിത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉള്ളത്. നാടുകളും പട്ടണങ്ങളും 46 എണ്ണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നദികളാകട്ടെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പാസ്, അബ്രോൺ അരുവി. ദൈവം എന്ന പദം യൂദിത്തിൻ്റെ ഗ്രന്ഥത്തിൽ 75 പ്രാവശ്യവും കർത്താവ് എന്ന പദം യൂദിത്തിൻ്റെ ഗ്രന്ഥത്തിൽ 41 പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദിത്തിൻ്റെ ആയുഷ്കാലം 105 വർഷങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് യൂദിത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉള്ളത്. എവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.